ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ട്രിമത്രി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ എൻ്റെ അമ്മേൻ്റെ വീട്ടിൽ വന്നിട്ടാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ കസിനും കൂടെ ഉണ്ട്, രേവതി എന്നാണ് പേര്. അപ്പോൾ നമ്മളിതാ ഇന്നൊരു ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഗെയിം പ്ലാനൊക്കെ ഉണ്ടാക്കി, അപ്പോൾ ടൈമില്ല, അതുകൊണ്ട് നമ്മൾ കളിച്ച് പകുതി അന്നേരം വീഡിയോ എടുത്താലോ എന്ന് ഓർമ്മ വന്നത്. അവർക്കും യൂട്യൂബ് ചാനലുണ്ട്, ഞാൻ പിന്നെ എല്ലാവരും പരിചയപ്പെടുത്തി തരാമൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഗെയിം ഡാർക്ക് റൂം ആണ് കേട്ടോ. അന്നേരം അത് നമ്മൾ വെറുതെ ഒന്ന് വീഡിയോ എടുക്കുന്നേ ഉള്ളൂ. പകുതിയായി, പിന്നെ വിചാരിച്ച് വീഡിയോ എടുക്കാം, തിരക്കായി. ഇപ്പം 50 ആവും, അത് 8 മണിക്കാണ് നമ്മുടെ ഷോപ്പിംഗ് ടൈം ചലഞ്ചിൻ്റെ. അപ്പോൾ ഇതെൻ്റെ കസിനും ഇവിടെ ഉണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ കസിൻ. അവളും യൂട്യൂബ് ചാനൽ വീഡിയോ എടുക്കാണ്. അവള് ഒരു നീ ഡിസംബറിൽ തുടങ്ങിയിട്ടുണ്ടാവോ യൂട്യൂബ് ചാനൽ? ഡിസംബറൊക്കെ ആകുമ്പോൾ അവള് തുടങ്ങിയതാണ് യൂട്യൂബ് ചാനല്. സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഞാൻ എല്ലാവരും പരിചയപ്പെടുത്തി തരാം. അപ്പം നമുക്ക് എന്നാലും ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഞാനല്ലേ ഒളിക്കണ്ടല്ലേ? നീയല്ലേ ഒളിക്കണ്ടേ? നീയാ ഫാസ്റ്റ് നീ ലൈറ്റ് ഓഫ് ആക്കി ഒളിക്കാൻ തുടങ്ങിക്കോ. അപ്പം അവളിത് ഒളിക്കാൻ കയറിയിട്ടുണ്ട്. ഞാൻ എന്നിട്ട് ഉള്ളിൽ പോയിട്ട് അവളെ കണ്ടുപിടിക്കണം. ലൈറ്റൊക്കെ ഓഫ് ആയിരിക്കും, ഞാൻ കണ്ടുപിടിക്കണം. അപ്പം ഞാൻ അതെൻ്റെ കസിൻ അമ്മയുടെ ചേട്ടൻ്റെ മോളാണ്, രേവതി എന്നാ പേര്. അപ്പം ഞാനിപ്പോൾ എൻ്റെ അമ്മയുടെ വീട്ടിലാണ് ഉള്ളത്. ആയോ? നമ്മൾ ഗെയിം പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഗെയിം 8 ഓരോരോ ടൈമിൽ ഓരോരോ ഗെയിം, റെസ്റ്റ്, ഫുഡ് ഈറ്റിംഗ് ടൈം, അങ്ങനെയാണ് ഗെയിം പ്ലാൻ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. വേഗം ഓക്കെ ആയി, നമുക്ക് നോക്കാം. ടൈമൊന്നും ഞാൻ നോക്കിയില്ല, മറന്നുപോയി. നിങ്ങൾക്ക് ക്യാമറ കാണുന്നുണ്ടോയെന്ന് അറിയില്ല, കാരണം ഇപ്പോൾ ഇവിടെ ഫുൾ ഡാർക്കാണ്. അയ്യോ, എവിടെ നിന്ന് ഒച്ച കേൾക്കുന്നുണ്ട്, കാലം മുട്ടും അറിയില്ല. അയ്യോ, വെളിച്ചം കാണുന്നുണ്ട്. അയ്യോ, കാണുന്നുണ്ട്. ക്യാമറ വയ്ക്കുന്നുണ്ട്, കാണുന്നുണ്ട്. പട്ടിൽ വിട്ടു എന്നാ നീ എന്തായാലും കുഴപ്പമില്ല. അല്ല, നീ ക്യാമറ ലൈറ്റ് ഓഫ് ഇല്ല, എൻ്റെത് കാണുന്നില്ല. അങ്ങനെ നിന്റെ നല്ലോണം കാണുന്നുണ്ടോ? എൻ്റെ അത് നമ്മളെ വീഡിയോ ഇടുമ്പോൾ ഒളിപ്പിച്ചേക്കാം. അയ്യോ, അപ്പം കൈസ് നമുക്ക് ടഫായിട്ടുള്ളടുത്ത് ഒളിക്കണം. എവിടെ ഒളിക്കും? അപ്പോൾ ഞാനൊന്ന് ഒളിക്കുമ്പോൾ ക്യാമറയിൽ ലൈറ്റ് ആണോണ്ട് ഞാൻ ക്യാമറ ഒന്ന് ജസ്റ്റ് പോസ് ആക്കും കേട്ടോ. നമുക്കിവിടെ കൊതുവലയുടെ ഇവിടെ ഉള്ളിൽ ഒളിക്കാം. ഓക്കെ, അപ്പം ഇതാ ഗൈസ്, ഞാൻ ഒളിച്ചു. അവളിപ്പം വരും ഗൈസ്. അവളെന്നെ കണ്ടുപിടിച്ചു ഗൈസ്. അയ്യോ, ലൈറ്റ് ഇടട്ടെ. അവളെന്നെ കണ്ടുപിടിച്ചു ഗൈസ്. ഞാൻ ക്യാമറ ഒളിക്കുമ്പോൾ ലൈറ്റ് കാരണം അവൾ കണ്ടുപിടിക്കുകയും വിചാരിച്ചിട്ട് ഞാൻ ലൈറ്റ് ഓഫ് ആക്കിയതാണ്. പക്ഷേ ഈ കുട്ടിയാണെങ്കിൽ എന്നെ ഞാൻ വിചാരിച്ച ബെഡിന്റെ അടിയിലായിരിക്കും നോക്കി. ആ ടൈം ഇവിടെ ഒന്നും കാണുന്നില്ല. അപ്പൊ ഞാൻ സംഭവം ബെഡിന്റെ അടിയില. ഞാൻ ഇവിടെ എടുത്തപ്പോൾ വിചാരിച്ചു ഇവിടെ ഇങ്ങനത്തെ ഒരു കർട്ടൻ ഉണ്ടല്ലോ, അതിന്റെ ഉള്ളിലോട്ടൊന്നും കൈയിടാന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞ ആളെന്നെ കണ്ടില്ല. കട്ടിങ് അടി നോക്കാൻ പോയപ്പോ എന്തുകൊണ്ട് ഇവിടെ നോക്കിക്കൂടാ, അതുകൊണ്ട് നോക്കിയതാ. സത്യം പറഞ്ഞാൽ ചെറുങ്ങനെ പഠിച്ചു. കട്ടിന്റെ അടിയിലാണെങ്കിൽ സത്യം പറഞ്ഞാൽ നമുക്ക് പേടിയാവും. ഞാനാണെങ്കിൽ ലൈറ്റ് അടിച്ചിട്ട് അയാളെ വിചാരിച്ച് ക്യാമറ പോസ് ചെയ്താണ്. ഞാനിപ്പോ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ ക്യാമറ പോസ് ചെയ്തതാണ് ഞാൻ. പിന്നെ പോസ് ചെയ്തിട്ട് ക്യാമറ ലൈറ്റിൽ അത് ഒരു തലവടയുടെ അടിയിൽ ഒളിപ്പിച്ചു വെക്കാൻ വിചാരിച്ചു. പിന്നെ പെട്ടെന്ന് ഞാൻ ആയിന്ന് പറഞ്ഞിട്ടാണ് ഒളിപ്പിച്ചു വെക്കാൻ പോകുന്നത്. അന്നേരത്തേക്ക് ഞാൻ വിചാരിച്ചു അവളിപ്പോ പെട്ടെന്ന് വരുന്നു. ഞാനൊരു ആദ്യ തിരക്കിൽ കൺഫ്യൂഷൻ, വേറെ എവിടെയോ ആണ് ക്യാമറ വരുന്നത്. എന്നെ കാണിക്കണം നിർബന്ധമില്ല. അപ്പോ ഞാൻ പെട്ടെന്ന് ആ ഒരു തിരക്കി ക്യാമറ എടുത്ത് തലവണയുടെ അടിയിൽ ഒളിപ്പിച്ച് വെക്കുമ്പോഴേക്കും അവള് വന്നു. അന്നേരം ഞാൻ വീഡിയോ എടുക്കാനും പറ്റുന്നില്ല. അവള് വരുന്നത് നീയാണ്. വേഗം ഉള്ളിൽ പോയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇവിടെ ഒരു സാധനം കാണിച്ചു തരാൻ കഴിയും. ഇതാണ് അവള് ആലപ്പുഴ ജിംഖാന കണ്ട അഡിക്റ്റ് ആയിട്ട് ഇതാ ആക്കിയതാണ് കേട്ടോ. ഗുസ്തിയുടെ ഒരു ബാഗിൻ്റെ ഉള്ളിൽ കണ്ടോ, ബാഗിൻ്റെ വാലൊക്കെ ബാഗിൻ്റെ ഉള്ളിൽ തലവണയൊക്കെ കുത്തി നിറച്ചിട്ട്. ആയോ, ആളേതോ ടഫ് സ്ഥലത്താണ് ഒളിക്കുന്നത്. നമുക്ക് എന്തായാലും നോക്കണം. അപ്പോൾ ഇതാ എൻ്റെ ഫാനെ നിങ്ങൾക്ക് അറിയായിരിക്കും. ഇതാണ് പുള്ളി. ആയിന്ന് പറഞ്ഞു, ഞാൻ പിന്നെ കാണിച്ചു തരാം. നോക്കാം. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന. എനിക്കൊരു പേടി.
ബ്യൂട്ടിഫുൾ. അയ്യോ ഗൈസ്, ഞാനാണെങ്കിൽ അവളുടെ കയ്യിലുള്ള ഫോൺ വിളിച്ചു. അപ്പോഴേക്കും ഫോൺ വിളിച്ചു. അപ്പൊ എനിക്ക് കണ്ടുപിടിക്കാൻ ഈസിയായി. അപ്പൊ ഒരു ഡാർക്ക് റൂമിൽ ഇങ്ങനെ വിളിച്ചിരിക്കുന്നേ. അപ്പൊ അച്ഛൻ അപ്പത്തേക്ക് തന്നെ വിളിച്ച് എന്നെ കണ്ടുപിടിച്ചു. കുറച്ചെഞ്ച് വിളിച്ചാ മതിയാ. പണം പോയി ഗൈസ്, ആളെ ആരോ ഫോൺ വിളിച്ചു. ആളുടെ അച്ഛനാണ്. ഓക്കെ ബൈ. ആളുടെ അച്ഛൻ ഫോൺ വിളിച്ചു ഗൈസ്, അതാണ്. പിന്നെ കട്ടിലിൻ്റെ അടി ഇല്ല കേട്ടോ. കട്ടിലിൻ്റെ അടി ആവില്ല, മുട്ടും പിടിക്കൊക്കെ ആവും. ഓക്കെ, നമുക്ക് ഗെയിം വൈൻഡപ്പ് ചെയ്യാം. 8 ആയി. ആണോ? ഓക്കെ, എന്നാൽ വൈൻഡപ്പ് ചെയ്യാം ഗൈസ്. എത്രയായി ഇപ്പോ? 58 ആയി. 58. എന്തായാലും നമുക്ക് എന്തായാലും സ്റ്റോപ്പാക്കാം. ദെൻ എടി നമ്മുടെ ടൈം ടേബിളിന്റെ പേപ്പർ ഒന്ന് തരാവോ? കാണുന്നില്ലേ? കണ്ടോ? ഇവിടെ പോയിക്കല്ലേ. കഷ്ടപ്പെട്ട് വീഡിയോ തിരിച്ചെടുത്ത് കാണിക്കുന്നതാണ്. അതായത് നമ്മുടെ ഫോൺ. പക്ഷെ ഇവരും അതെ തിരിച്ചെടുത്തിട്ട് തന്നെയാ ഉള്ളത്. ഞാനല്ല, ഞാൻ സെൽഫി സ്റ്റിക്ക് ഉണ്ടല്ലോ. അല്ല, നീ എന്നാലും തിരിക്കലുണ്ടായിട്ടാ. ഇപ്പം നീ ആദ്യം സെൽഫി സ്റ്റിക്ക് ഇല്ലാത്തപ്പോ ഞാൻ അത് സെൽഫി സ്റ്റിക്ക് വാങ്ങും. യൂട്യൂബറാണ്, റിച്ച് ആയില്ല. ഞാൻ സ്റ്റോപ്പാക്കിയിട്ടാണ് എടുക്കുന്നത്. ബാക്കി എഡിറ്റ് ചെയ്യാം. ഇങ്ങനെ സ്റ്റോപ്പാക്കിക്കൊണ്ട് നിൽക്കാൻ മടിയുള്ളപ്പോഴാണ് ഞാൻ ഇതാക്കുന്നത് കേട്ടോ. കാണില്ല. അടുത്ത ഇപ്പം നമുക്ക് അടുത്ത ഗെയിം